ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടായി ചിക്കനാണ്. കടായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ടൊമാറ്റോ, തക്കാളിക്ക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു കാശ്മീരി ചില്ലി അല്ലെങ്കിൽ ക്യാപ്സിക്കം, 2-3 പച്ചമുളക് ഇവയൊക്കെ ഞാനിവിടെ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഉള്ളിയുടെ ഇത് നമുക്ക് ഇതിൻ്റെ ബൾബ്സായിട്ട് നമുക്ക് എടുക്കണം. ഇതിൻ്റെ ചെറുതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്യില്ല, അതിൻ്റെ ബൾബ്സായിട്ട് നമുക്കിത് മാറ്റിയെടുക്കണം. അതായത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഓരോ ഇതളുകളും ഇങ്ങനെ മാറ്റി മാറ്റി നമുക്കെടുക്കണം. ഇതിപ്പോൾ ഞാൻ എല്ലാ ഉള്ളിയുടെ ഇതിലിങ്ങനെ ബൾബ്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി എങ്ങനെയാണ് അരി തക്കാളി അതും നമ്മൾ ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ഒരു തക്കാളി 4 പീസായിട്ട് ഇവിടെ മുറിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കടായി ചിക്കൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് ഒത്തിരി അരിയൊന്നും വേണ്ട. അതെല്ലാം തക്കാളിക്ക് ഇതുപോലെ അരിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം അതുപോലെ റഫ്ലി നമുക്ക് ഒരു ഡൈസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഞാൻ ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അതുപോലെ തന്നെ മുറിച്ച് മാറ്റുക. അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് നടുവേ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിയുടെ അനുസരിച്ച് നിങ്ങൾ പച്ചമുളക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ആണ് എടുത്തിട്ടുണ്ട്. ഇതുണ്ട്, എല്ലാം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയല്ല, മല്ലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 10 കുരുമുളക്, 8-10 കുരുമുളക് ഇട്ട് കൊടുക്കാം. 3 ഏലക്ക, അതുപോലെ തന്നെ ഡ്രൈഡ് ചില്ലീസ്, വറ്റൽമുളക് ഒരു 3-4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേ ലീഫ് അതും ഒരു 2-3 പീസ് ഞാൻ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേ പാത്രത്തിൽ തന്നെ ഞാൻ പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും എണ്ണ നല്ലപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാനിവിടെ ഒരു 3/4 കിലോയോളം ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 500 കിലോയിൽ കൂടുതലാണ്, 3/4 കിലോയോളം വരുന്ന ചിക്കൻ പീസുകളാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് എണ്ണയിലേക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ്റെ കളറ് മാറി, ഇപ്പം നമ്മൾ അത് എണ്ണയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ചിക്കൻ്റെ ആ കളറൊന്ന് മാറും. ഒരു വൈറ്റ് കളർ അതിൻ്റെ പുറത്ത് വരുന്നത് കാണാം. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകവും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മസാല കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് വീണ്ടും ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. കണ്ടോ, ഇപ്പോൾ ചിക്കൻ്റെ കളർ മാറി ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ ലിഡ് വെച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അതായത് ഇപ്പം ഞാൻ വേകാൻ വേണ്ടി ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് വേണം വേവിക്കാനായിട്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാൻ. നമ്മൾ ആദ്യം ചിക്കൻ ഇടുന്നത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം വേവിക്കാനായിട്ട്. പിന്നെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നമുക്കൊന്ന് വെന്ത് കിട്ടും. നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു 4-5 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ലിഡൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് എന്തായിരുന്നു, ചിക്കനും തക്കാളിയൊക്കെ എത്രമാത്രം വെന്തുവെന്ന് നമുക്ക് നോക്കാം.
ഇനി നമുക്ക് ഈ തക്കാളി കുറച്ച് വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടത് തക്കാളി വെന്ത് നമുക്ക് ഉടഞ്ഞ് കിട്ടും. ഇതിൻ്റെ പുറമേയുള്ള തൊലി നമുക്ക് ഈ തക്കാളിയുടെ നമുക്കിത് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു ചട്ടുകം വെച്ചോ ഒക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ പുറത്തുനിന്ന് ആ തൊലി നമുക്ക് എടുത്ത് മാറ്റിക്കളയാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ തക്കാളി നല്ലപോലെ വെന്ത് നമുക്കെങ്കിലും കഷ്ണമായിട്ടൊന്നും കിടക്കില്ല, നല്ലപോലെ ഉടഞ്ഞ് അതിൻ്റെ ഗ്രേവി നമുക്ക് എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, അത് മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ഒന്നും ഒരാവശ്യമില്ല. അപ്പോഴേ തൊലി നമുക്ക് റിമൂവ് ആക്കി എടുക്കാൻ പറ്റും. ഇതെങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ തക്കാളി അതുപോലെ ഇട്ടിരിക്കുന്നത്. കണ്ടോ, ഇത് കണ്ടോ, നന്നായിട്ട് നമുക്കിത് തൊലി അതിൻ്റെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിത് തവി വെച്ചിരുന്ന് ഉടച്ചു കൊടുക്കാം. നല്ല നമ്മൾ കറിയായി വരുമ്പോഴത്തേനും നമ്മുടെ തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാകും. അതോർത്ത് ആരും വിഷമിക്കേണ്ട, തക്കാളി അതുപോലെ കിടക്കുമെന്നുള്ളത് കണ്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് പൊടി മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വീണ്ടും നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വീണ്ടും ഞാനിവിടെ അടച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കിത് വെയിറ്റ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നോക്ക്, ഇത് കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിലുള്ള ഏത് മസാലയാണെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാം. ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഈ സമയത്ത് ഇറങ്ങി കിട്ടും. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ ബൾബ്സാക്കി വെച്ചിരിക്കുന്ന ഒനിയൻ, അതുപോലെ നമ്മുടെ ക്യാപ്സിക്കം, ഇവയൊക്കെ നമുക്കിനി ഈ സമയത്താണ് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ എല്ലാം ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇത് നമ്മൾ ഈ ക്യാപ്സിക്കവും ഉള്ളിയൊന്നും നമ്മൾ അധികം ഇത് വേവിക്കില്ല. ഒത്തിരി നമ്മൾ ഇതിനെ വേവിക്കാതെയാണ് നമ്മൾ കടായി ചിക്കനകത്ത് ഇവയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ് കടായി ചിക്കൻ. ഹോട്ടലുകളിലൊക്കെ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ടേസ്റ്റായിട്ട് നമുക്കുണ്ടാക്കാൻ പറ്റും. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് തുറന്നിളക്കി കൊടുത്ത് നമുക്കിതിനകത്തേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് തൈര്, നല്ല കട്ട തൈര് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് അല്പസമയം കൂടി ഒന്ന് അടച്ചു വെക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൈര് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് അല്പസമയം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു കൊടുത്തിട്ടുണ്ട്. അടച്ചു കൊടുത്ത് ഇളക്കി 2 മിനിറ്റിന് ശേഷം വീണ്ടും നമുക്ക് തുറന്ന് നോക്കിയതിനകത്തേക്ക് നമുക്ക് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും അല്പസമയം കൂടി അടച്ചു വെക്കാം. കാരണം നമുക്ക് അടച്ചു വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നമ്മുടെ കറിയിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിക്കിട്ടുക. അതിനുശേഷം വീണ്ടും നമുക്ക് തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി വെക്കും. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ചേർക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ഒന്ന് പുറമേ ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നമുക്കിനിത് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം, സെർവിങ് ബോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.